വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്രത്തിൽ സ്ത്രീകളടങ്ങിയ ഇതര മതസ്ഥർ എത്തിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ബിജെപിക്കെതിരെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ. ക്ഷേത്രത്തിന്റെ പൈതൃകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞ് ഇതര മതസ്ഥരെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നത് ബിജെപിക്ക് വേണ്ടി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ജയകൃഷ്ണനും ഭാര്യയുമാണ്. ഇത് മറച്ചുവെച്ചാണ് ബിജെപിയും ഹിന്ദു ഐക്യവേദിയും ഈ സംഭവത്തെ വിവാദമാക്കുന്നതെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ടി.പി. നാരായണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്രത്തിലെ പൗരാണിക ഐതിഹ്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ സ്ത്രീകൾ അടങ്ങിയ ഇതര മതസ്ഥരായ സംഘം കഴിഞ്ഞ ദിവസമാണ് എത്തിയത്. ഇവർ ക്ഷേത്രത്തിനകത്ത് കയറിയെന്ന് ആരോപിച്ചാണ് വിവാദം ഉയർന്നത്. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്ര കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ പിരിച്ചുവിട്ടിരുന്നു. ഈ വിഷയത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ബിജെപിക്കെതിരെ രംഗത്ത് വന്നത്. ക്ഷേത്രത്തിന്റെ പൈതൃകത്തെക്കുറിച്ച് പഠിക്കാൻ എന്നു പറഞ്ഞ് ഈ സംഘം എത്തിയത് ബിജെപിക്കായി തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്ന ജയകൃഷ്ണനും ഭാര്യയ്ക്കും ഒപ്പമാണ്. യാത്രയിൽ ഉടനീളം ഇവരും അവർക്കൊപ്പമുണ്ടായിരുന്നുവെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ടി.പി. നാരായണൻ പറഞ്ഞു. സത്യം എന്ന് പറഞ്ഞാൽ അത് അവിടെ ആ യാത്രയിൽ കൂടെ ബിജെപി മത്സരിച്ച മുൻ പ്രതിനിധിയായ ജയകൃഷ്ണനും അവരെ ഭാര്യയും ആ അമ്പലത്തിലെ സെക്യൂരിറ്റി ആൾക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ കമ്മിറ്റിയുടെ ആൾക്കാർ ആരും ഉണ്ടായിട്ടില്ല. എന്നിട്ടും അവരാണ് ഇവരെ ഈ അന്യമതസ്ഥ ആൾക്കാർ അവരെന്നെ അറിയില്ല, ഇതിങ്ങനെ വിവാദമാവുമെന്ന് അറിയില്ല. ആ ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തി ഇത്രയും പ്രശ്നമുണ്ടായി ആൾക്കാരാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ബിജെപിയിലെ കൂടെ മത്സരിച്ച് അവരാണ് കൂട്ടിക്കൊണ്ട് ഇരുത്തിയതും ഇത് അവിടെ മൈക്ക് നമ്മൾ കമ്മിറ്റീൻ്റെ മൈക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളും അങ്ങനെ മൈക്കൊന്നും ഉപയോഗിച്ചില്ല. അവർ മൈക്ക് കൊണ്ടുവന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തിട്ടാണ് യഥാർത്ഥ സംഭവം. അത് നേരെ തിരിച്ചിട്ട് കമ്മിറ്റിയാണ് മൈക്ക് കൊണ്ട് തന്നത്, കമ്മിറ്റി കൂടെ ഉണ്ടായിരുന്നു, കമ്മിറ്റിയാണ് ഇത്രയും വിവാദങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ ഹിന്ദു ഐക്യവേദിയിലും ബിജെപിക്കാരും ഞങ്ങൾക്കെതിരെ ശക്തമായി തിരിഞ്ഞിട്ടാണ്. ഞങ്ങൾ ഡെയിലി അവരുടെ ഇത് ഫേസ്ബുക്കും മറ്റേതിലും കൂടെ ഞങ്ങളെ ഡെയിലി തേജോവധം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ബിജെപി നേതാവായ ജയകൃഷ്ണന്റെ പങ്ക് മറച്ചുവെച്ചാണ് ഈ വിഷയം ബിജെപിയും ഹിന്ദു ഐക്യവേദിയും വിവാദമാക്കുന്നത്. ശരിക്കും സംഭവിച്ചത് ജയകൃഷ്ണന്റെ ഒരു അറിവില്ലായ്മയാണ്. അത് ആരും തന്നെ എടുത്തു പറയാതെ അവിടെ അമ്പലത്തിൻ്റെ ചുറ്റും ഐക്യവേദിൻ്റെ മീറ്റിംഗ് വെച്ചു. ഞങ്ങളുടെ കൂടെയില്ല ലളിത ടീച്ചർ എന്ന പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് എത്രയോ കാലമുണ്ട്. അവരെ വളരെ മോശമായിട്ട് പറഞ്ഞു. അവരെ പൂതന അങ്ങനത്തെ ഒരു വാക്കെല്ലാം ഉപയോഗിച്ച് അവളെ വളരെ അധിക്ഷേപിച്ച് പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ നമ്മൾ വളരെ മാനസികമായിട്ട് നമ്മൾ കമ്മിറ്റിയെ വളരെ മോശ പ്രവർത്തനമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ചെയ്തൊരു. നാട്ടിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നത് ക്ഷേത്ര കമ്മിറ്റി ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. എല്ലാവരും ചേർന്ന് പോവുക എന്നതാണ് തങ്ങളുടെ നിലപാടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്ര ഭാരവാഹികളായ രഘുനാഥ്, വാസുദേവൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.